നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പതാകകൾ വഹിച്ച് 2 LPG വാഹിനികളിത ഹോർമുസ് കടലിടുക്ക് കടക്കുന്ന കാഴ്ച. ലോകം അത്ഭുതത്തോടെയാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ നോക്കിക്കാണുന്നത്. ഇന്ത്യയിലെ പാചകവാതക പ്രതിസന്ധിക്ക് പരിഹാരമാകുന്ന ഒരു നീക്കമാണിപ്പോൾ ഇന്ത്യൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുല്യമായ ഒരു നയതന്ത്ര വിജയം. ഇന്ത്യയും ഇറാനും തമ്മിൽ ഇക്കഴിഞ്ഞ ദിവസം നടത്തിയ നീണ്ട ചർച്ച. അതിനിടയിൽ ഇന്ത്യയിലേക്ക് എണ്ണ വെസലുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ കടത്തിവിടാൻ ഇറാൻ അനുമതി നൽകുന്നു. 28 ഇന്ത്യൻ കപ്പലുകളാണ് ഹോർമുസ് കടലിടുക്കിന് തൊട്ടു മുൻപ് നങ്കൂരമിട്ട് കിടക്കുന്നത്. ഇറാൻ അമേരിക്കൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാനും ഫോണിൽ സംഭാഷണം നടത്തി. ഇക്കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരാക്ചിയും തമ്മിൽ ദീർഘനേരം ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നു. ഈ 2 ചർച്ചകൾക്കുമൊടുവിൽ മണിക്കൂറുകൾക്കകം ഇറാന്റെ പ്രഖ്യാപനം: ഇന്ത്യൻ എണ്ണക്കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്ക് കടക്കാം, ഞങ്ങൾ ആക്രമിക്കില്ല. ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയും ചരക്കുകളുടെയും ഊർജത്തിൻ്റെയും തടസ്സമില്ലാത്ത ഒഴുക്കിൻ്റെ ആവശ്യകതയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെസഷ്ക്യാനുമായി ചർച്ച ചെയ്തു. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം 50% കൊണ്ടുപോകുന്ന നിർണായക കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിതമായ ഗതാഗതമാണ് ഇപ്പോൾ ഇറാൻ അനുവദിച്ചിരിക്കുന്നത്. ഇറാനും ഇന്ത്യയും സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്ക് പൊതുവായ താൽപ്പര്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് പൊതുവായ വിധിയുമുണ്ട്. ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്ക് കടക്കാൻ അനുമതി നൽകിക്കൊണ്ട് ഇറാൻ പ്രഖ്യാപിച്ചു. ഹോർമുസ് കടലിടുക്കിന് പടിഞ്ഞാറ് ഭാഗത്ത് നിലവിൽ സ്ഥിതി ചെയ്യുന്ന 2 ഡസനിലധികം ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിത ഗതാഗതമാണ് ഇപ്പോൾ ഇറാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയും അവിടെ എത്തി കപ്പലുകൾക്ക് അകമ്പടി സേവിക്കുന്നു. 40,000 മെട്രിക് ടണ്ണിലധികം LPG വഹിച്ചുള്ള ആദ്യ വെസലാണ് ഹോർമുസ് കടലിടുക്ക് പിന്നിട്ടത്. യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ കപ്പൽ സുഗമമായി ഹോർമുസ് കടലിടുക്ക് പിന്നിട്ടു എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു. LPG വഹിച്ചുള്ള മറ്റൊരു കപ്പലും ഉടൻ തന്നെ ഹോർമുസ് കടലിടുക്കിലേക്ക് പ്രവേശിച്ചു. ശിവാലിക് എന്ന പേരുള്ള ഇന്ത്യൻ കപ്പലാണ് ആദ്യം കടന്നത്. ഇന്ത്യൻ നാവികസേന കപ്പലിന് അകമ്പടി നൽകി. ഇന്ത്യയിലെ ജനങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങളുടെയും കഷ്ടപ്പാടാണ്, അതുപോലെ തിരിച്ചും. അതുകൊണ്ട് ഇന്ത്യൻ സർക്കാർ ഞങ്ങളെ സഹായിക്കുന്നു. ഞങ്ങൾക്ക് പൊതുവായ താൽപ്പര്യങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യൻ സർക്കാരിനെയും സഹായിക്കണം, ഇറാൻ അംബാസഡർ വ്യക്തമാക്കുന്നു. ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിയ 28 കപ്പലുകളുടെയും യാത്ര സുഗമമാക്കണമെന്ന അഭ്യർത്ഥനയാണ് ഇറാന് മുന്നിൽ ഇന്ത്യ വച്ചത്. ലോകത്തിലെ എണ്ണവാതക വിതരണത്തിൻ്റെ ഏകദേശം 20% കടന്നുപോകുന്ന ഏറ്റവും പ്രധാന പാതയാണ് ഹോർമുസ് കടലിടുക്ക്. ഇതടഞ്ഞതോടെ ആഗോള ഊർജ്ജ വില വർധനവിന് കാരണമായി. കഴിഞ്ഞ 4-5 ദിവസമായി ഇന്ത്യൻ പതാകയുള്ള ഒരു വാണിജ്യ കപ്പലിനെയും ഹോർമുസ് കടലിടുക്ക് കടത്തിവിട്ടിരുന്നില്ല. ഇന്ത്യൻ കപ്പലുകളെന്നല്ല, ഒരു രാജ്യത്തിൻ്റെയും കപ്പലുകൾക്ക് അവിടെ പ്രവേശിക്കാൻ അനുമതി നൽകുന്നില്ലായിരുന്നു ഇറാൻ. ഹോർമുസ് കടലിടുക്കിൽ അതിശക്തമായ മൈൻ ആക്രമണങ്ങളാണ് തുടർച്ചയായി ഇറാൻ നടത്തിയത്. നിരവധി മൈൻ കപ്പലുകൾ അമേരിക്ക തകർത്തു. വലിയ തോതിൽ വ്യോമാക്രമണങ്ങൾ അമേരിക്ക ശ്രമിച്ചു. എങ്കിലും ഹോർമുസ് കടലിടുക്ക് നിശ്ചലമായി തന്നെ തുടർന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യാൻ കപ്പലുകളോട് അഭ്യർത്ഥനയും നടത്തിയിരുന്നു ട്രംപ്. എന്നാൽ ഇറാൻ ആക്രമണം ഭയന്ന് പൂർണ്ണമായി നിശ്ചലമായി നിൽക്കുന്ന കാഴ്ചയാണ് ഹോർമുസ് കടലിടുക്കിൽ നിന്ന് ലോകം കണ്ടത്. ഹോർമുസ് കടലിടുക്കിന് പടിഞ്ഞാറ് ഭാഗത്ത് 24 കപ്പലുകളും കിഴക്ക് ഭാഗത്ത് 4 കപ്പലുകളുമാണ് നേരത്തെ കുടുങ്ങിക്കിടന്നത്. ഈ കപ്പലുകളിലായി ആകെ 778 ഇന്ത്യൻ നാവികരും. മേഖലയിൽ ഏറ്റുമുട്ടൽ ശക്തമായി തുടരുന്നത് കൊണ്ട് കപ്പൽ ജീവനക്കാരുടെ സുരക്ഷയെക്കുറിച്ച് ഇന്ത്യക്ക് വലിയ ആശങ്ക വന്നു. പേർഷ്യൻ ഗൾഫിൽ ടാങ്കറുകൾക്ക് നേരെ നിരന്തരം ഇറാൻ ആക്രമണങ്ങളുടെ വാർത്തയും. ഇതുവരെ 3 ഇന്ത്യൻ നാവികരാണ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഒരാളെ കാണാതായി. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി തുടർച്ചയായി ചർച്ചകളിൽ ഏർപ്പെട്ടത്. നേരത്തെ കണ്ട്ല തുറമുഖത്തേക്ക് വരികയായിരുന്ന കപ്പലിന് ആക്രമണത്തിൽ ശക്തമായ തീപിടുത്തവുമുണ്ടായി. സമുദ്ര സുരക്ഷയിലുള്ള ആശങ്ക ഇന്ത്യ അറിയിച്ചതോടെ ഇറാൻ അനുകൂല നിലപാടെടുത്തു. മറുവശത്ത് ഇന്ത്യയിൽ അഭയം തേടിയ ഇറാൻ നാവികരുടെ കാര്യത്തിൽ സുരക്ഷ ഇന്ത്യ വാഗ്ദാനം ചെയ്തു. ഇറാനിൽ ഏകദേശം 9,000-ഓളം ഇന്ത്യൻ പൗരന്മാരുണ്ട്. അവരുടെ സുരക്ഷയ്ക്കായി ഇന്ത്യൻ സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി പറയുന്നു.
മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അസർബൈജാൻ, അർമേനിയ വഴിയുള്ള യാത്രാ സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ആക്രമണങ്ങൾക്കിടയിലും ചില വിദേശ കപ്പലുകൾക്ക് ഇന്ത്യയിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇന്ത്യ ലോകത്തോട് പറഞ്ഞു. സൗദി ക്രൂഡ് ഓയിൽ വഹിക്കുന്ന ലൈബീരിയൻ പതാകയുള്ള സൂയസ് മാക്സ് ടാങ്കർ കഴിഞ്ഞ വ്യാഴാഴ്ച ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച് മുംബൈയിലെത്തി. കൊച്ചി തുറമുഖത്ത് അഭയം തേടിയ ഇറാനിയൻ നേവിയുടെ IRIS ലാവൻ പടക്കപ്പലിലെ 107 നാവികരും 33 ഇറാനിയൻ പൗരന്മാരും കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ചാർട്ടർ ചെയ്ത വിമാനത്തിൽ ഇക്കഴിഞ്ഞ ദിവസം അർമേനിയയിലേക്ക് മടങ്ങി. ഇറാന്റെ തൊട്ടടുത്ത രാജ്യമാണ് അർമേനിയ. അവിടെ നിന്ന് വളരെ സുരക്ഷിതമായി ഇറാനിലേക്ക് അവർക്കിനി കടക്കാൻ കഴിയും. ഇന്ത്യൻ നേവി കൊച്ചി യൂണിറ്റിന്റെ സഹായത്തോടെയാണ് സംഘം വിമാനത്താവളത്തിലെത്തിയത്. ഇറാൻ സർക്കാർ ഏർപ്പെടുത്തിയ ഫ്ലൈഎക്സ് എയ്റോ വിമാനത്തിൽ ഇന്നലെ രാത്രി 7 മണിയോടെയാണ് അർമേനിയൻ സവാർസ്നോട്സ് രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് അവർ പറന്നത്. കൊളംബോയിലെത്തി അവിടെ നിന്നാണ് വിമാനം കൊച്ചിയിലേക്ക് എത്തിയത്. ഇക്കഴിഞ്ഞ 4-ാം തീയതി ശ്രീലങ്കൻ തീരത്ത് അമേരിക്കൻ ആക്രമണ ഭീതിയിൽ ഈ കപ്പലിലെ ഇറാനിയൻ നാവികരും ഇറാനിയൻ പൗരന്മാരും കേന്ദ്ര സർക്കാർ അനുമതിയോടെ കൊച്ചിയിൽ വന്നിറങ്ങി. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂവിലും മിലൻ നാവികാഭ്യാസ പ്രകടനത്തിലും പങ്കെടുക്കാൻ ഇറാനിൽ നിന്നെത്തിയ കപ്പലുകളിൽ ഒന്നായിരുന്നു ലാവൻ. ഈ കപ്പലിന് പുറമെ IRIS ബുഷേർ, IRIS ദേന എന്നിവയ്ക്കു കൂടി ഇന്ത്യൻ തുറമുഖങ്ങളിൽ നങ്കുരമിടാൻ ഇന്ത്യ അനുമതി തേടിയിരുന്നു. എന്നാൽ ബുഷേർ അടിയന്തര സാഹചര്യം പരിഗണിച്ച് ശ്രീലങ്കയിൽ അടുപ്പിച്ചു. ദേനയെ ശ്രീലങ്കയ്ക്ക് സമീപം US ആണവ അന്തർവാഹിനി ടോർപിഡോ ആക്രമണത്തിലൂടെ മുക്കി. ലാവൻ കൊച്ചി തുറമുഖത്തെത്തിയ അതേ ദിവസമായിരുന്നു ദേനയ്ക്കെതിരെയുള്ള ആക്രമണം. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ അമേരിക്കയും ഇസ്രയേലും ശക്തിപ്പെടുത്തുമ്പോൾ ഇസ്രയേലിനെയും അമേരിക്കയും ചേർത്തുപിടിക്കുന്ന ഇന്ത്യ. എന്നാൽ മറുവശത്ത് നയതന്ത്രത്തിൽ ഇറാനെ കൈയൊഴിയാതെ ഇന്ത്യ നിൽക്കുമ്പോൾ അതിനോട് മുഖം തിരിക്കാതെ നിൽക്കുന്ന അമേരിക്കയെയും ഇസ്രായേലിനെയും നമുക്ക് കാണാം. യുദ്ധഘട്ടങ്ങളിൽ പലപ്പോഴും മാനുഷിക മുഖമായി ലോകത്തിന് മുന്നിൽ ഒരു മാതൃകയാകാറുണ്ട് ഇന്ത്യ. ഇക്കുറിയും കാണുന്നത് അതുതന്നെ. അതുകൊണ്ടാണ് ദുർഘടഘട്ടത്തിൽ ഇന്ത്യയുടെ അനുഭാവ മനോഭാവം ഇറാൻ പുലർത്തുന്നത്. റഷ്യൻ എണ്ണയുടെ പേരിൽ ഇന്ത്യയെ US വല്ലാതെ ഉപദ്രവിച്ചുവെന്ന് ഇറാൻ പറഞ്ഞു. മോദി തന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് എന്ന് ഇറാൻ പ്രസിഡന്റ് പെസഷ്ക്യാൻ. റഷ്യയുമായുള്ള എണ്ണ ഇടപാടിന്റെ പേരിൽ ഇന്ത്യ അമേരിക്ക മാസങ്ങളോളം ബുദ്ധിമുട്ടിച്ചു. എന്നാൽ ഇപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങാൻ അമേരിക്ക രാജ്യങ്ങളോട് കെഞ്ചുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അമേരിക്കയെ പരിഹസിക്കുന്നതിങ്ങനെ: യുദ്ധത്തെ പിന്തുണച്ചാൽ റഷ്യക്കെതിരെ അമേരിക്കൻ പിന്തുണ കിട്ടുമെന്ന് യൂറോപ്പ് വ്യാമോഹിച്ചു. ശിവാലിക്, നന്ദദേവി എന്നീ എണ്ണ വെസലുകൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ മറുവശത്ത് ഇറാൻ അമേരിക്കയെ പരിഹസിക്കുകയാണ്. ഇറാൻ ഇന്ത്യയുടെ സുഹൃത്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നോട് പറഞ്ഞുവെന്നാണ് ഇറാൻ പ്രസിഡന്റ് പെസഷ്ക്യാൻ പറയുന്നത്. ഇറാൻ പ്രസിഡന്റ് പെസഷ്ക്യാനോട് മോദി ഇങ്ങനെ പറഞ്ഞു എന്ന് ആത്മാഭിമാനത്തോടെ ഇറാൻ വ്യക്തമാക്കി. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ശക്തമായ മറുപടി നൽകും എന്ന് മുന്നറിയിപ്പ് നൽകി സജ്ജമാക്കിയ വിനാശകാരികളായ സൂയിസൈഡ് നേവൽ ഡ്രോണുകളുടെ വലിയൊരു ശേഖരം പുറത്തിറക്കി ഇറാൻ ആ പ്രഖ്യാപനം നടത്തുമ്പോഴാണ് ഇന്ത്യയെ ചേർത്ത് വെച്ചുള്ള ഈ പ്രസ്താവനകൾ. തങ്ങളുടെ ഭൂഗർഭ മിസൈൽ നഗരങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിവ എന്ന് ഇറാൻ പറഞ്ഞു. ഇത് അമേരിക്കയും ഇസ്രായേലിനെയും ഒക്കെ തീർത്ത് കളയുമെന്നും അവർ അവകാശവാദം ഉന്നയിക്കുന്നു. ഇന്ത്യ തങ്ങളുടെ പ്രകൃതിവാതക ആവശ്യത്തിൻ്റെ 50% അന്താരാഷ്ട്ര വിപണിയിൽ നിന്നാണ് വാങ്ങുന്നത്. ഇതിൽ 20% ഖത്തറിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു. ഖത്തറിലെ വാതകപ്പാടങ്ങളിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിനു ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക കയറ്റുമതി കമ്പനിയായ ഖത്തർ എനർജി ഉൽപ്പാദനം നിർത്തിവെച്ചു. ഇത് ഏഷ്യൻ മേഖലകളിലേക്കുള്ള പാചകവാതക വിതരണത്തെ ബാധിച്ചു. ഇന്ത്യയുടെ ഊർജ്ജസ്ഥിതിയെക്കുറിച്ചുള്ള ചിത്രം ഇന്നലെ കേന്ദ്ര സർക്കാർ പങ്കുവച്ചു. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 70%-ത്തിലധികവും ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിന് പുറത്തുള്ള റൂട്ടുകളിലൂടെയാണ് നമ്മൾ നടത്തുന്നത്. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിലെ മാർക്കറ്റിംഗ് ഓയിൽ റിഫൈനറി ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഈ കാര്യങ്ങൾ ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചത്. ഇന്ത്യയിലെ LPG ഉൽപ്പാദനം 28% വർദ്ധിപ്പിച്ചു എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. ചുരുക്കത്തിൽ ഇറാനെ ചേർത്തുപിടിച്ച് ഹോർമുസ് കടലിടുക്കിലൂടെ നമ്മൾ പ്രകൃതിവാതകവും ക്രൂഡ് ഓയിലും കൊണ്ടുവരുന്നു. മറുവശത്ത് റഷ്യയിൽ നിന്ന് മാരിടൈം കോറിഡോർ വഴി ശക്തമായ നിലയിൽ വാണിജ്യ കപ്പലുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. ഇന്ത്യ നയതന്ത്രത്തിലൂടെ യുദ്ധത്തിലും പിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ലോകത്തിന് മുന്നിൽ ഒരു അത്ഭുതമാകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.